Hi all, welcome to Study in PSC 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2023 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം, പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? ഓപ്ഷൻ സി കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി പാഞ്ചാലി ശപഥം. തമിഴ് കവിയായ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് പാഞ്ചാലി ശപഥം. ഓർത്തു വയ്ക്കുക, തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് പാഞ്ചാലി ശപഥം. അപ്പോൾ ഇവിടെ താഴെ പറയുന്നതിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് പാഞ്ചാലി ശപഥം. പാഞ്ചാലി ശപഥം രചിച്ചത് തമിഴ് കവിയായ സുബ്രഹ്മണ്യ ഭാരതിയാണ് കേട്ടോ. ഓക്കെ, വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. അതും കൂടെ ഓർത്തു വെക്കുക. വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികൾ: എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം? ഓപ്ഷൻ ബി മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത്? ഓപ്ഷൻ ഡി അവകാശ സംരക്ഷണം. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത്? അവകാശ സംരക്ഷണം. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി നന്ദലാൽ ബോസ്. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നന്ദലാൽ ബോസ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ടല്ലോ, എനിക്ക് എപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. ഈ സതി എന്ന ചിത്രം വരച്ചത് ആരാണെന്ന് ഇവരുടെയൊക്കെ പേരുകൾ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പം ഞാനത് ഓർത്ത് വെക്കാനായിട്ട് ഒരു കുഞ്ഞു ക്ലൂ, ചെറിയൊരു ക്ലൂ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സതിയുടെ സായും നന്ദലാലിൻ്റെ നായും കൂടി അങ്ങോട്ട് എടുത്തു. ഈ സായുണ്ടല്ലോ, സായുടെ ഈ ഒരു പോർഷൻ അങ്ങോട്ട് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അതൊരു നാ പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഓർത്ത് വയ്ക്കുന്നത്. ഞാനിത് എപ്പോഴും മറന്നു. ഈ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തോ എനിക്ക് ഇത് ഓർക്കാൻ പറ്റത്തില്ലേ. അപ്പം ഞാൻ അന്നേരം നോക്കിയപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു കുഞ്ഞു ക്ലൂ ആണ്. സതി നന്ദലാൽ ബോസും. സതിയുടെ ആ സായുടെ കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അതൊരു നാ പോലെ ഇരിക്കുമല്ലോ. അങ്ങനെയാണ് ഞാനിത് ഓർത്ത് വയ്ക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നന്ദലാൽ ബോസ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ സി ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ആഞ്ചലോ ഫ്രാൻസിസ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദം? ഓപ്ഷൻ സി ലൂ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ലൂ. മാരകമായ നിപ്പയ്ക്ക് കാരണം? ഓപ്ഷൻ ഡി വൈറസ്. മാരകമായ നിപ്പയ്ക്ക് കാരണം വൈറസ്. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.
കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സമതലങ്ങൾ. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം? ഓപ്ഷൻ എ ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 2, 3, 5. ഏതൊക്കെയാണ്? വേലിയോർജം, ജൈവവാതകം, സൗരോർജം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. വേലിയോർജം, ജൈവവാതകം, സൗരോർജം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ഓപ്ഷൻ ഡി 2, 3, 4, 8. ഖാരിഫ് വിളകൾ അല്ലാത്തത് ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. ഗോതമ്പ്, കടുക്, പുകയില ഇത് മൂന്നും റാബി വിളകളാണ്. പഴവർഗ്ഗങ്ങൾ സെയ്ത് വിളയാണ്. ഓർത്ത് വെച്ചോണം. ഗോതമ്പ്, കടുക്, പുകയില ഈ 3 റാബി വിളകളാണ് കേട്ടോ. ഇത് 3 റാബി വിളകളാണ്. പഴവർഗ്ഗങ്ങൾ സെയ്ത് വിളയാണ്. റാബി വിളയുടെയും ഖാരിഫ് വിളയുടെയും ഒക്കെ കോഡുകൾ നമ്മുടെ ഷോർട്സിലുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഖാരിഫ് വിള, റാബി വിള ഇതൊക്കെ അറിയാനുള്ള കോഡ് ഷോർട്സിലുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഗോതമ്പ്, കടുക്, പുകയില ഇത് 3 റാബി വിളകളാണ്. പഴവർഗ്ഗങ്ങൾ സെയ്ത് വിളയാണ്. തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിളകളാണ് നെല്ല്, പരുത്തി, ചണം, ചോളം, കരിമ്പ്, നിലക്കടല. ഓർത്ത് വയ്ക്കുക. ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? ഈ തന്നിരിക്കുന്നതിൽ നെല്ല്, പരുത്തി, ചണം, ചോളം, കരിമ്പ്, നിലക്കടല. ഓക്കെ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണ് ഉള്ളത്. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ബ്രസീലിനാണ് കേട്ടോ. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ബ്രസീലിനാണ്. അപ്പോൾ കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണ് ഉള്ളതെന്നാണ്. ഓക്കെ. കരിമ്പ് കൃഷിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് തന്നിരിക്കുന്നതിൽ എയും ബിയും ഡിയും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കരിമ്പ് കൃഷിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ: ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിൻ്റെ അളവ് കുറയും. അപ്പം അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. കരിമ്പ് കൃഷിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം എന്ന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികൾ. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഓപ്ഷൻ ഡി 2023 ജൂലൈ 14. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ സി 44.
സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44. അതായത് 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. ഇപ്പോൾ സ്വത്തവകാശം നിലവിലൊരു നിയമപരമായ അവകാശമാണ് കേട്ടോ. സ്വത്തവകാശം നിലവിലൊരു നിയമ അവകാശമാണ്. സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 300A ആണ്. സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 300A ആണ്. അതായത് അനുച്ഛേദം 300A സ്വത്തവകാശത്തെ പറ്റി ഇപ്പോൾ പ്രതിപാദിക്കുന്നത്. ഓക്കെ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ എ 42. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതിയാണ്. അതായത് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് കേട്ടോ. അത് പ്രത്യേകം ഓർത്തു വെച്ചോണം. ചില പരീക്ഷകളിൽ അങ്ങനെയും ചോദിക്കാറുണ്ട്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. സ്വരൺ സിംഗ്. ഓക്കെ. അപ്പോൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ഓപ്ഷൻ ഡി രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. അതും കൂടി ഓർത്തു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഓപ്ഷൻ ബി 22 ജൂലൈ 1947. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 22 ജൂലൈ 1947. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യാണ്. അതും കൂടെ ഓർത്തു വെക്കുക. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യാണ്. പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. 10th പ്രിലിംസിൻ്റെ ഒരു ചോദ്യപേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ആളായിരുന്നു എന്ന്. അതായത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആളായിരുന്നു ഈ പിംഗലി വെങ്കയ്യ. ഓക്കെ. ഇവിടെ ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ് 22 ജൂലൈ 1947. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം. ഓപ്ഷൻ ഡി സത്യമേവ ജയതേ. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. മുണ്ടക ഉപനിഷത്തിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഈ സത്യമേവ ജയതേ മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേവനാഗരിക ലിപിയിലാണ് കേട്ടോ. ദേവനാഗരി ലിപിയിലാണ് ദേശീയ ചിഹ്നത്തിൽ ഈ സത്യമേവ ജയതേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? സത്യമേവ ജയതേ. എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? മുണ്ടകോപനിഷത്തിൽ നിന്ന്. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപിയിൽ കേട്ടോ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഓപ്ഷൻ ബി ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ചിലർക്കൊരു കൺഫ്യൂഷൻ വരും ഈ കടുവ കാണുമ്പോൾ. ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാകുമ്പോൾ അത് ആന വരും കേട്ടോ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന, ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. ഓപ്ഷൻ സി 2005. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2005. 2005 ഒക്ടോബർ 12-നാണ് പ്രാബല്യത്തിൽ വന്നത് കേട്ടോ. 2005 ഒക്ടോബർ 12-നാണ്
പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2005. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ പാർട്ട് 4A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A, അതായത് ഭാഗം 4A. പാർട്ട് 3 മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് പാർട്ട് 3. മൗലിക അവകാശങ്ങൾ. പാർട്ട് 2 പൗരത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പാർട്ട് 4 നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പം അതും കൂടി ഓർത്ത് വെച്ചോണം കേട്ടോ. പാർട്ട് 4 നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A, അതായത് ഭാഗം 4A. പാർട്ട് 3, അതായത് ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. പാർട്ട് 2, അതായത് ഭാഗം 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പാർട്ട് 4, അതായത് ഭാഗം 4ലാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, അനുച്ഛേദം 51A ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 51A ആണ് കേട്ടോ. അതും ചോദിക്കാറുണ്ട് BC എപ്പോഴും. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 51A. ഭാഗമാണെങ്കിൽ പാർട്ട് 4A വരും, അനുച്ഛേദമാണെങ്കിൽ 51A. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ ഡി 226. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 226 ആണ്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 32 ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 32 ആണ്. അപ്പോൾ ഇവിടെ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 226. INA രൂപീകരിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. INA രൂപീകരിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ഓപ്ഷൻ ബി ശാരദാ സദൻ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം? ഓപ്ഷൻ ഡി 1969. 1969 ഓഗസ്റ്റ് 15 കേട്ടോ. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ. അപ്പോൾ അതും കൂടെ കണക്ട് ചെയ്ത് അങ്ങ് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം 1969 ഓഗസ്റ്റ് 15. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ഓപ്ഷൻ എ ആനന്ദമഠം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. അതായത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് വന്ദേമാതരം. ഓക്കെ. വന്ദേമാതരം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓർത്തു വെക്കുക. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ.
മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. അപ്പം ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11. ഓർത്തു വെക്കുക, ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗം അല്ലാത്തതാര്? ഓപ്ഷൻ സി VP മേനോൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗം അല്ലാത്തതാരാണ്? VP മേനോൻ. VP മേനോൻ ബന്ധപ്പെട്ടിരിക്കുന്നത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ടാണ്. ഓർത്തു വെക്കുക, VP മേനോൻ ബന്ധപ്പെട്ടിരിക്കുന്നത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ടാണ്. അപ്പോൾ ഇവിടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗം അല്ലാത്തതാരാണ്? VP മേനോൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമായവരാണ് ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമായവർ ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ. ഈ 3 പേരിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി ആയിരുന്നു കേട്ടോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ഫസൽ അലി ആയിരുന്നേ. 1953 രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ചെയർമാൻ ഫസൽ അലി ആയിരുന്നു. ഓക്കെ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ച സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ സി ദാദാഭായി നവറോജി. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ച സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായി നവറോജി. കപ്പലോട്ടിയൻ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി VO ചിദംബരം പിള്ള. കപ്പലോട്ടിയൻ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? VO ചിദംബരം പിള്ള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ? ഓപ്ഷൻ സി PJ ആന്റണി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണിയാണ്. 1973 പുറത്തിറങ്ങിയ നിർമാല്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് PJ ആന്റണിക്ക് ആദ്യമായിട്ട് ദേശീയ നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഓക്കെ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണി. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത? ഓപ്ഷൻ ഡി MD വത്സമ്മ. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മയാണ്. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ഓപ്ഷൻ ബി കുന്തിപ്പുഴ. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? കുന്തിപ്പുഴയുടെ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? ഓപ്ഷൻ സി നവീന ശിലായുഗം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? നവീന ശിലായുഗത്തിന്റെ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? ഓപ്ഷൻ എ കണ്ണൂർ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ ഡി 1984. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1984. 1984 സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 1985 സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. അത് ഓർത്ത് വെച്ചോണേ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985 സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി രാജീവ് ഗാന്ധിയാണ് കേട്ടോ. ഓക്കെ, അപ്പം അത് ഓർത്ത് വെക്കുക. ഇവിടെ സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1984. ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം PSC എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി വയനാട്. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട്.
കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? ഓപ്ഷൻ സി കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാണ്? കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഓപ്ഷൻ ഡി ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂർ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആര്? ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികള്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികള്. തിരുവിതാംകൂർ രാജഭരണത്തെ അനന്തപുരിയിലെ കരിനീജ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്നുമാണ് വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത്. ഓർത്തു വെക്കുക, തിരുവിതാംകൂർ രാജഭരണത്തെ അനന്തപുരിയിലെ കരിനീജ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്നുമാണ് വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ഓപ്ഷൻ ഡി അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? അയ്യങ്കാളി. സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. സവർണജാഥ ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തി. ഓർത്തു വെക്കുക, വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തിയത്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികള്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ. അതായത് ബ്രാഹ്മണർക്ക് മാത്രമല്ല എല്ലാവർക്കും വേദം പഠിക്കാൻ അധികാരമുണ്ടെന്ന് സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണേ. അതായത് ബ്രാഹ്മണർക്ക് മാത്രമല്ല എല്ലാവർക്കും വേദം പഠിക്കാൻ അധികാരമുണ്ടെന്ന് സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഈ വേദാധികാര നിരൂപണം. ഓക്കെ, തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത്? ഓപ്ഷൻ സി ജാതിക്കുമ്മി. ജാതിക്കുമ്മി പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ കൃതിയാണ് കേട്ടോ. ജാതിക്കുമ്മി പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ കൃതിയാണ്. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണ്? ജാതിക്കുമ്മി. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല. അപ്പം അതും കൂടി ഓർത്തു വെച്ചോണേ. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഓപ്ഷൻ എ ഗൗരി പാർവതി ഭായി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ഭായി. ആയിരത്തി 1817 കേട്ടോ ഗൗരി പാർവതി ഭായി ഇങ്ങനെയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. 1817. 1817 എന്നങ്ങ് ഓർത്തു വയ്ക്കുക. 1817 ഗൗരി പാർവതി ഭായി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഓക്കെ, പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇത് രചിച്ചത് ആര്? ഓപ്ഷൻ ബി സർദാർ കെ.എം. പണിക്കർ. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം. ഇത് രചിച്ചതാരാണ്? സർദാർ കെ.എം. പണിക്കർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ഓപ്ഷൻ ഡി ആനി ബെസന്റ്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിലാണ്? ആനി ബെസന്റിന്റെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയായിരുന്നു. ഓപ്ഷൻ എ ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതിയിൽ നടന്ന INC സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായരെ. ഓർത്തു വെച്ചോണം. 1897 അമരാവതി INC
INC സമ്മേളനത്തിലായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായിരുന്നത് കേട്ടോ. ഓക്കെ, 1897 അമരാവതി സമ്മേളനത്തിൽ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷത പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? ചേറ്റൂർ ശങ്കരൻ നായർ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം. ഓപ്ഷൻ ബി മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ്. പെരികാർഡിയം ഹൃദയത്തെ സംരക്ഷിക്കുന്ന ആവരണമാണ്. പെരികാർഡിയം ഹൃദയത്തെ സംരക്ഷിക്കുന്ന ആവരണമാണ്. പ്ലൂറ ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുക. പെരികാർഡിയം ഹൃദയത്തെ സംരക്ഷിക്കുന്ന ആവരണമാണ്. പ്ലൂറ ശ്വാസകോശത്തെ സംരക്ഷിക്കുന്ന ആവരണമാണ്. അപ്പോൾ ഇവിടെ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ്. ഒരു ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് വൈറസ് രോഗമാണ്. എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം ഇതൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയമൊക്കെ ബാക്ടീരിയ രോഗമാണ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഓപ്ഷൻ സി ഗോയിറ്റർ. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി. ഓപ്ഷൻ സി തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി തെന്നി നീങ്ങുന്ന സന്ധി. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ശലഭം പദ്ധതി. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി. നവജാത ശിശുക്കൾ എന്ന് പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവർ ശലഭം പോലെയല്ലേ അല്ലേ, ഒരു പൂമ്പാറ്റയെ പോലെയല്ലേ. അപ്പം അങ്ങനെ അങ്ങ് ഓർത്താൽ മതി ശലഭം പദ്ധതി എന്നേ. അല്ലെങ്കിലും ഈ കുഞ്ഞു പിള്ളേരുടെയൊക്കെ ചെറിയ കുഞ്ഞു ബേബീസിൻ്റെയൊക്കെ ഡ്രസ്സിലൊക്കെ കൂടുതലും എന്താ ഈ ശലഭത്തിൻ്റെയൊക്കെ പടമല്ലേ ഉള്ളത്. ശലഭം പോലെയാണ് അവർ. അങ്ങനെ അങ്ങ് ചിന്തിക്കുക കേട്ടോ. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏത്? ഓപ്ഷൻ ബി നിശബ്ദ വസന്തം. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം. അതായത് സൈലന്റ് സ്പ്രിങ്. DDT പോലുള്ള കീടനാശിനികൾ പ്രകൃതിക്ക് വരുത്തുന്ന നാശത്തെക്കുറിച്ച് റേച്ചൽ കാഴ്സൺ എഴുതിയ പുസ്തകമാണ് ഈ നിശബ്ദ വസന്തം കേട്ടോ. DDT പോലെയുള്ള കീടനാശിനികൾ പ്രകൃതിക്ക് വരുത്തുന്ന നാശത്തെക്കുറിച്ച് റേച്ചൽ കാഴ്സൺ എഴുതിയ പുസ്തകമാണ് നിശബ്ദ വസന്ത അഥവാ സൈലന്റ് സ്പ്രിങ്. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന പുഴ ഏത്? ഓപ്ഷൻ എ കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ഓപ്ഷൻ ഡി പരിസ്ഥിതി പുനഃസ്ഥാപനം. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? പരിസ്ഥിതി പുനഃസ്ഥാപനം. ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം. ഓപ്ഷൻ സി ഏഴോം. ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം ഏഴോം. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 3. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ്.
ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചോണേ. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഓക്കെ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? കലാമിൻ സിങ്കിൻ്റെ അയിരാണ് കേട്ടോ. കലാമിന് സിങ്കിൻ്റെ അയിരാണ്. സിങ്കിൻ്റെ വേറൊരു പേരാണ് നാഗം. ഇനി എങ്ങാനും പരീക്ഷയ്ക്ക് നാഗം എന്ന് ചോദിച്ചാലേ നിങ്ങൾക്കൊരു ഡൗട്ട് വരരുത്. സിങ്ക് എന്ന് വെച്ചാൽ നാഗമാണ് കേട്ടോ. നാഗമാണ് സിങ്ക്. സിങ്കിൻ്റെ വേറൊരു പേരാണ് നാഗം. അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ ബി ന്യൂലാൻഡ്സ്. അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ്. അഷ്ടമ നിയമം എന്ന് വെച്ചാൽ മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിൻ്റെ ക്രമത്തിൽ എഴുതുമ്പോൾ എട്ടാമത്തെ മൂലകം ആദ്യത്തേതിൻ്റെ ഗുണങ്ങൾ കാണിക്കുന്നു. ഇതാണ് ഈ ന്യൂലാൻഡ്സ് ആവിഷ്കരിച്ച അഷ്ടമ നിയമം. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിൻ്റെ ക്രമത്തിൽ എഴുതുമ്പോൾ എട്ടാമത്തെ മൂലകം ആദ്യത്തേതിൻ്റെ ഗുണങ്ങൾ കാണിക്കുന്നു. ഇതാണ് ന്യൂലാൻഡ്സ് ആവിഷ്കരിച്ച അഷ്ടമ നിയമം. ഓക്കെ. ജലത്തിലെ ഘടക മൂലകങ്ങൾ. ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓക്സിജൻ. ജലത്തിലെ ഘടകമൂലകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനുമാണ്. ജലം എന്ന് വെച്ചാൽ എന്താ? വാട്ടർ, H2O അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഹൈഡ്രജനും ഓക്സിജനും. ജലത്തിലെ ഘടകമൂലകങ്ങൾ ഹൈഡ്രജൻ, ഓക്സിജൻ. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം. ഓപ്ഷൻ ഡി PVC. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം PVC. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഓപ്ഷൻ സി വികിരണം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? വികിരണം. ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏവ? ഓപ്ഷൻ സി 2, 3 മാത്രം. പ്രതിബിംബത്തിന്റെ വലുപ്പം വസ്തുവിൻ്റെതിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതൊക്കെയാണ്? പ്രതിബിംബത്തിന്റെ വലുപ്പം വസ്തുവിൻ്റെതിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളാണ് വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. അപ്പോൾ അതൊന്നും ഓർത്ത് വെച്ചോണേ. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളാണ് വസ്തുവിന്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ഓക്കെ. ശരിയായ പ്രസ്താവനകളും കൂടി പഠിച്ചു വെക്കുക. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം. ഓപ്ഷൻ എ 27 3/1 ദിവസം. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? 27 3/1 ദിവസം. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏതുതരം ചലനമാണ്? ഓപ്ഷൻ ഡി വർത്തുള ചലനം. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏതുതരം ചലനമാണ്? വർത്തുള ചലനം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏത്? ഓപ്ഷൻ ബി നീരാവി. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? നീരാവി. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ സ്റ്റഡി വിൻ PSC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ക്രാഷ് കോഴ്സ് ഓഗസ്റ്റ് 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 600 രൂപയാണ് ഫീസ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യാനും താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്